കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റ് വില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സൂപ്രണ്ടുമായി ചർച്ചയ്ക്കെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, എന്താണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്? എന്താണ് നിലവിലെ സാഹചര്യം? രണ്ട് സമരങ്ങളാണ് പ്രധാനമായും മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒന്ന് യൂത്ത് ലീഗിന്റെ സമരവും മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായിരുന്നു. രണ്ട് പ്രവർത്തകരും ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ OP ബ്ലോക്കിന്റെ തൊട്ടടുത്ത് പരിസരത്ത് വെച്ച് തന്നെ തടയുകയും ചെയ്തു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ സൂപ്രണ്ടിനെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി കോമ്പൗണ്ടിനകത്തേക്ക് എത്തുന്നതും ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് സൂപ്രണ്ട് അവധിയായതിനാൽ തന്നെ ചാർജുള്ള മറ്റൊരു ഉദ്യോഗസ്ഥയുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ കാര്യങ്ങൾ കൃത്യമായി തീരുമാനമാകാത്തതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുകയും അവിടെ നിന്ന് പ്രവർത്തകരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 1 രൂപയായിരുന്നു OP ടിക്കറ്റിന്റെ ചാർജെങ്കിൽ ഇപ്പോഴത് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ആ വില വർധന പിൻവലിക്കണമെന്നുള്ളതാണ് ആവശ്യം. നേരത്തെ തന്നെ HDS ഈ ഒരു യോഗം ചേരുകയും ആ യോഗത്തെ തുടർന്ന് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേപ്പർ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വില വർധനവ് വന്നതുകൊണ്ട് അത്തരത്തിൽ OP ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിപ്പിക്കാതെ നിർവാഹമില്ല എന്ന കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം വിലയിരുത്തിയതിനു ശേഷമാണ് ഇന്ന് ഡിസംബർ 1 മുതൽ OP ടിക്കറ്റിന്റെ ചാർജ് 10 രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമര പരമ്പരകൾ അരങ്ങേറുന്നത്. വരുന്ന ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം